പദവിക്കൊന്നും ഒരു കുറവുമില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളൊന്നും നേരെ ചൊവ്വ ചെയ്തിട്ടില്ല. എടോ ശ്രീനിവാസമൂർത്തി, 60-40 ഷെയർ എന്നും പറഞ്ഞ് കിട്ടുന്ന കോൺട്രാക്ട് എല്ലാം എടുത്തോണ്ട് പോയി അവസാനം വിജിലൻസിന്റെ കക്ഷത്ത് കൊണ്ടുപോയി തല വെച്ചു കൊടുത്തു. നാണമില്ലടോ. നാളെ അസംബ്ലിക്കകത്ത് ആ ഒറിജിനൽ ഓഡിറ്റർ കോപ്പി വരാൻ പാടില്ല, മനസ്സിലായോ? സർ, അസംബ്ലിയിൽ ടേബിളിൽ വെച്ചത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണെന്ന് പറഞ്ഞാൽ മതി. അതിനുള്ളിൽ അഗ്രികൾച്ചർ റെക്കോർഡ് റൂമിൽ നിന്ന് ആ ഫയൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ആ ഫയൽ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കണം. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ചില സ്കാമൊക്കെ നടക്കുമല്ലോ. ഷോർട്ട് സർക്യൂട്ട്, ആകാശത്തുനിന്ന് തീകോളം വന്നു എന്നൊക്കെ. അതുപോലെ എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കേ. ഒരു വഴിയില്ലെങ്കിൽ റെക്കോർഡ് റൂം കത്തിക്കാറുണ്ടല്ലോ. നാളെ തരാം, പോണോ? ഓ, എന്ത് കാണാനില്ലേ? നാളെ കോർട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ടേബിളിന്റെ പുറത്താ വെച്ചിരുന്നത്. എന്താ ഇത്? ശരി, ഒരിക്കൽ കൂടി മെയിൻ ഡീറ്റെയിൽ ഞാൻ പറയാം, എഴുതിക്കോളൂ. പിന്നീട് ടൈപ്പ് ചെയ്തോ. എഴുതിക്കോ. മുഹമ്മദ് നൗഫൽ എന്ന ആൾ മോളെ ഗീത്തെ, 5-6 മാസം ഇതിന്റെ പുറകെ നടക്കുന്നു. പുറത്ത് 20-30% കൊടുക്കുന്നതിന് പകരം എനിക്ക് 15% എന്നാ ഞാൻ ചെയ്യില്ലേ? ഏട്ടൻ അറിയാവുന്ന കാര്യമല്ലേ, കമ്മീഷൻ കൊടുത്ത് ജോലി ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാന്ന്. അത് ശരി തന്നെയാ. പക്ഷെ ഫയൽ ഒരു ടേബിളിൽ നിന്ന് മറ്റൊരു ടേബിളിലേക്ക് ചാടിപ്പോവോ? ട്രഷറിലേക്ക് പോയ ഫയൽ ഇനീഷ്യൽ ചേഞ്ച് ആയിരിക്കാന്ന് പറഞ്ഞ് അവർ തിരിച്ചയച്ചിരിക്കുക. അത് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ചെക്ക് എന്തായാലും റിലീസ് ആവും. ഓ, ഒരു ഇനിഷ്യലും ഇല്ല. ഇതൊക്കെ അവരുടെ പണിയാ. എല്ലാം ഓസി തന്നെ ചെയ്തെടുക്കുന്ന വിചാരം. ഇതിന് ക്രൈം നമ്പർ ഇട്ട് പ്രിന്റ് ഔട്ട് എടുത്ത് സാർ വരുന്നതിന് മുമ്പിൽ ടേബിളിൽ എടുത്ത് വെച്ചാക്ക്. ആ, കേട്ടല്ലോ മണ്ടന്മാര്. വാക്കി ടോക്കി എവിടെ? ചേട്ടാ, ഇവിടെ വാക്കി ടോക്കി ഉണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ഇല്ല. അതെ മോളെ, എല്ലാവരും പ്രസവത്തിന് ഒരാഴ്ച മുന്നേ ആശുപത്രി പോയി അഡ്മിറ്റ് ആവും. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് മോളെ? ഹോസ്പിറ്റലിൽ ചേരണമെങ്കിലും പൈസ വേണമല്ലോ ചേച്ചി. ആകസ്മികമായ കണ്ടുമുട്ടൽ, ലോകപ്രശസ്തമായ അവസരം. മിസ്റ്റർ ഗോവിന്ദ, എന്റെയും കൂടെ നോക്കിയൊന്ന് പറയ്. എടൂ, താൻ നല്ലൊരു ക്രിസ്ത്യാനിയല്ലേ? താൻ ഈ നക്ഷത്രത്തിലും ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എന്റെയും തന്റെയൊക്കെ ഏകദേശം ഒരുപോലെയാ. കർക്കിടക രാശിക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കി പറയേ. കർക്കടക രാശി, പ്രയത്നത്തിന് ഫലം, ഉദ്യോഗത്തിന് ഉയർച്ച. നിന്റെ ടെമ്പററി ജോലി പെർമനന്റ് ആവുന്നാണല്ലോ ഇതിൽ പറയുന്നത്. എന്റെ പേര് ബെന്തമിന്നല്ല, ഒറ്റ ഇടിവെച്ചിരുന്നു. ബെഞ്ചമിൻ. ജോലി സ്ഥിരമാക്കിക്കൊണ്ടുള്ള ഓർഡർ കോപ്പി കയ്യിൽ കിട്ടട്ടെ. സുഹാസിനി മാഡത്തെ ഇന്ന് തന്നെ പ്രപ്പോസ് ചെയ്യാം. എന്താടാ വിളിക്കുന്നത്? നീ പെർമനന്റ് ആകുന്നതും അവളോട് പ്രപ്പോസ് ചെയ്യുന്ന ഒരുപോലെ തന്നെയാ. ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. മൊട്ടത്തലയാ. നമ്മുടെ സുഹാസിനി മാഡം തീയിൽ കുരുത്ത പൂ പോലെയാ. ജീസസ് എന്റെ സ്വപ്നത്തിൽ വന്ന് സുഹാസിനി മാഡത്തെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ദേവൻ നല്ലത് വരുത്തട്ടെ രണ്ടുപേരും. അതെ. സാറേ, ഡ്യൂട്ടി ചെയ്യണം.